എല്ലാവർക്കും നമസ്കാരം. ഓണർ റിലീസായിട്ടുള്ള 3-4 സിനിമകളിൽ ഒന്ന് ആം. ഇന്നലെ പോയിട്ട് ആം കണ്ടു, മറ്റേ ടോവിനോ തോമസിൻ്റെ ആം എന്ന് പറഞ്ഞാൽ ARM. അത് ARM എന്ന് എഴുതിയിരിക്കണം, ആം എന്നാണെന്ന് അറിയില്ല. ചിലവർ ആം എന്ന് പറയണം, ചിലവർ ARM എന്ന് പറയണം. ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, എൻ്റെ ആം എന്ന് പറഞ്ഞാൽ കൈ, അത്രയാണ്, അതാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അത് എല്ലാവരും പറഞ്ഞുകൊണ്ട് വലിയൊരു എക്സ്പെക്റ്റേഷൻസ് വെച്ച് പോയി കണ്ട സിനിമയാണിത്. വളരെ കൂടുതലായിട്ട് പ്രതീക്ഷകൾ വെച്ച് പോയി. കാരണം എല്ലാവരും അടിച്ചുപൊളി സിനിമ, അങ്ങനെ ഭയാനക സിനിമ. പക്ഷേ അത് പോയിക്ക് അത് മുന്നേ തന്നെ എല്ലായിടത്തും എന്തായാലും പറയാം, അങ്ങനെ വലിയ എക്സ്പെക്റ്റേഷൻസ് വെച്ച് പോകേണ്ട ഒരു പടമൊന്നുമല്ല അത്. ഒന്നും അത്രയ്ക്കുള്ള ഒന്നുമില്ല, ഒരു സാധാരണ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. പിന്നെ ടോവിനോ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോവിനോ ട്രിപ്പിൾ റോൾ ആണ്. 3 റോൾ ടോവിനോയ്ക്ക് ഉണ്ട്, അച്ഛനായിട്ടും അച്ഛനായിട്ടും മകനായിട്ടും. അതാണിപ്പോൾ ഇതിൻ്റെ ആകെ ഒരു പുതുമ. ടോവിനോ 3 റോളിലുണ്ട്, 3 കാലഘട്ടവും കാണിക്കുന്നുണ്ട്. കള്ളൻ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു കള്ളൻ്റെ സ്റ്റോറിയാണ്. അച്ഛൻ കള്ളനായിരുന്നു, പിന്നെ അച്ഛൻ കള്ളനായിരുന്നു, പിന്നെ മകൻ നല്ലവനായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അച്ഛൻ കള്ളൻ എന്നുള്ള പേരിൽ മകൻ നേരിടുന്ന ദുരനുഭവങ്ങൾ, അതിനെക്കുറിച്ചുള്ള പിന്നെ അത് ഒരു കറക്കി കുത്തിയ ഒരു സ്റ്റോറിയൊക്കെ എടുത്തിരിക്കുകയാണ് അവർ. അല്ല വേറെ പുതുമയായിട്ട് ഇതിലൊന്നുമില്ല. ഒരു 2.5 മണിക്കൂർ സിനിമ, 1 മണിക്കൂർ 48 മിനിറ്റ്, അല്ല 148 മിനിറ്റ്, 2.5 മണിക്കൂർ എന്ന് വെച്ചാൽ 2.5 മണിക്കൂർ സിനിമ. ഇൻ്റർവെല്ലും ഇതിലെ ഭാഗമുള്ള കുറച്ച് ഫൈറ്റ് സീൻസ് നന്നായിട്ടുണ്ട്. പിന്നെ അത് 3D ആണ്, കണ്ണട വെച്ച് തന്നെ കാണണം. 3D എക്സ്പീരിയൻസ് അതും കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട് അവർ. വേറെ സിനിമയിൽ പുതുമയായിട്ടൊന്നുമില്ല. കുറച്ച് ഫൈറ്റിംഗ് സീൻസ്, ടോവിനോ പിന്നെ നന്നായി ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ടോവിനോ 3 ആളുകളായിട്ട് ചെയ്യുന്ന ഇതിൽ അവൻ ചെയ്ത മേക്ക് ഓവറും നന്നായിട്ടുണ്ട്. വേറെ ഇതിൽ ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയാൻ ഒന്നുമില്ല, ഒരു ആവറേജ് മൂവി അത്രയേ ഉള്ളൂ. പക്ഷേ ഓണത്തിന് വേറെ മൂവിയോ അധികമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 1 ടൈം വാച്ച് മൂവി. കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ, കള്ളൻ്റെ മകൻ, പിന്നെ അതിൻ്റെ മകൻ, അങ്ങനെ 3ആയിട്ട് അവസാനം ഈ ടോവിനോ ലാസ്റ്റ് കള്ളൻ്റെ മകൻ എന്നുള്ള പേര് കാരണം അവൻ നാട്ടിൽ ജീവിക്കാൻ പറ്റൊരു അവസ്ഥയാവുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് വിഗ്രഹമോഷണമൊക്കെ അവർ കുത്തി കയറ്റും. ഒരു വിഗ്രഹത്തിനെ മോഷ്ടിച്ച് പിന്നെ അതിനെ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ ടോവിനോ വീണ്ടും ഇറങ്ങുകയാണ് പഴയ കഥകളിലേക്ക്. അച്ഛനെ എവിടെ ഒളിപ്പിച്ചു, പിന്നെ അച്ഛനെ എവിടെ ഒളിപ്പിച്ചു, അങ്ങനെ വിഗ്രഹം കണ്ടുപിടിക്കുന്ന ഒരു കഥ, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. ഒരു 1 ടൈം വാച്ച് സ്റ്റോറി. വലിയ പ്രതീക്ഷയൊന്നും വെച്ച് പോകണ്ട, കാരണം അത്രയ്ക്കൊന്നുമില്ല. ഒരു തവണ കണ്ടിരിക്കാം, ഒരു 3D എക്സ്പീരിയൻസ് കിട്ടും. നല്ല ഫൈറ്റ് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ടോവിനോടെ അഭിനയം, അതാണതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും സിനിമയിലുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു ആവറേജ് പടം, ഗുഡ് മൂവി എന്ന് പറയാൻ പറ്റില്ല, ആവറേജ് സിനിമ. കാണേണ്ടവർ പോയി കാണാം. പൈസ വേസ്റ്റ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടില്ല. എന്തായാലും അങ്ങനെ തോന്നുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെയും തോന്നും. ഒരു ആവറേജ് മൂവി. എന്തായാലും ARM പോയി കാണേണ്ടവർ കാണാം. ഓണത്തിന് ഇറങ്ങിയ 4 സിനിമകളിൽ കൊണ്ടൽ, ARM, പിന്നെന്താ കിഷ്കിന്ത കാണ്ഡം. ഇതിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് എല്ലാവരും പറയുന്നത് കിഷ്കിന്ത കാണ്ഡം നല്ലതാണ്. കിഷ്കിന്ത കാണ്ഡം പക്ഷേ കണ്ടിട്ടില്ല. അപ്പോൾ ARMന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ഒരു 5-ൽ 2 റിവ്യൂ. കാണേണ്ടവർക്ക് എന്തായാലും കാണാം. ഒരു ആവറേജ് മൂവിയാണ്. ടോവിനോടെ മറ്റേ ആക്ടിങ്ങും ആക്ഷനും അത് മാത്രമേ അതിൽ കുറച്ച് വ്യത്യസ്തമായുള്ളൂ. പിന്നെ ഒരു ട്രിപ്പിൾ റോൾ, 3 റോളിൽ അവനെ അഭിനയിക്കേണ്ടത്. വേറെ നായിക എന്ന് പറയാൻ അതിൽ പ്രത്യേകിച്ച് ആ ഒരു കൂട്ടർ പേരെന്ന് അറിയില്ല. പിന്നെ അതിൽ പ്രത്യേകിച്ച് അങ്ങനെയില്ല. പിന്നെ അജു വർഗീസ് ഉണ്ട് പോലീസായിട്ട്, അതൊന്നും അത്ര റോളില്ല. പിന്നെ കോമഡി ചെയ്യാൻ, പിന്നെ കോമഡിക്ക് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഡയറക്ടർ ബേസിലിനെ ഇറക്കി വിടുന്നുണ്ട്. അതും പക്ഷേ വിജയിച്ചില്ല. ബേസിലിൻ്റെ കോമഡി ഇതിൽ അധികം വർക്കൗട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ബേസിലിന് അതിൽ കോമഡി ഇല്ല. കോമഡി ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്തൊക്കെ കാട്ടിക്കൂടുന്നു, പക്ഷേ കോമഡി ആയിട്ട് തോന്നിയില്ല. തിയേറ്ററിൽ ആരും ചിരിച്ചില്ല, എനിക്കും ചിരി വന്നില്ല. അജു വർഗീസിൻ്റെ അങ്ങനെ തന്നെ. അതിൽ അങ്ങനെ കോമഡി എന്ന് പറയാനുള്ള ഒരു സീനും അതിലില്ല. ഇതിലുള്ളത് മുഴുവൻ ഫൈറ്റ് മാത്രമാണ്. കുറേ ഫൈറ്റ് ഉണ്ട്, ഒരു 2-3 പാട്ടുണ്ട്. എന്തായാലും ഒരു ആവറേജ് മൂവി. കാണേണ്ടവർ എന്തായാലും ഒരു വട്ടം പോയി കാണാം. വേറെ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്ത റിവ്യൂ ആയിട്ട് വീണ്ടും വരാം.